പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഓഗസ്റ്റ് 22-ാം തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഇസ്രായേൽ ലോകം മുഴുവനും. ആ മക്കളെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ
ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണമെന്നുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെയുള്ള മനസ്സിൻ്റെ വ്യത്യസ്തങ്ങളായ മനസ്സ്, എല്ലാവർക്കും ഒരുപോലെ ധൈര്യമുള്ളവരല്ല, എല്ലാവരും ഒരുപോലെ ആത്മവിശ്വാസമുള്ളവരുമല്ല. അമ്മേ, പോരായ്മകളെല്ലാം പരിഹരിക്കണേ. പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിന് ഞാൻ ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അതിന് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിനെപ്പറ്റി നമ്മുടെ സബ്ജക്റ്റ് അറിയാമല്ലോ അല്ലേ? എന്താണ്? അതായത് വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കാൻ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിനെ സമീപിക്കുക. എങ്ങനെ സമീപിക്കാൻ കഴിയും? അതിൻ്റെ യോഗ്യത എന്തൊക്കെയാണ്? അത് നമ്മൾ 5 യോഗ്യത ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. ഇന്ന് 6ാം യോഗ്യതയാണ്. 6ാം യോഗ്യത എന്താ പറയണമെന്നറിയാമോ? പ്രാർത്ഥനാപൂർവ്വം സമീപിക്കുക. പ്രാർത്ഥനാപൂർവ്വം സമീപിക്കുക. അതിന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം ഏതെന്നറിയാമോ? ഫിലിപ്പിയർ 4:6. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ദൈവസന്നിധി യാചന അർപ്പിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. കൃതജ്ഞതാ സ്വസ്ഥങ്ങളോടെ അർപ്പിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവ് വേണ്ടി വരുന്നത്. അവിടെ വിഷയം യാചന പറയാൻ എന്താ? നമ്മൾ മൊത്തം യാചനയല്ലേ. പള്ളിയിലും ചെല്ലുമ്പോഴും നമ്മൾ വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയും. വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പുരോഹിതൻ്റെ പ്രാർത്ഥന അല്ലെന്നാണ് പറയണത്. വിശ്വാസികളുടെ പ്രാർത്ഥന എന്താ? കൊണ്ടുപോയോ എന്നല്ല പ്രാർത്ഥിക്കണത്. പള്ളിക്ക് വിശ്വാസികളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞതല്ലേ യാചന പ്രാർത്ഥനയല്ലേ? അതെല്ലാം യാചന പ്രാർത്ഥനയാണ്. പക്ഷേ ഈ യാചന പ്രാർത്ഥനയെ കൊണ്ട് കുഴപ്പം, ഇതിന് ചുതി തട്ടാൻ സാധ്യതയുണ്ട്. എപ്പോഴും ആക്രാന്തം മൂത്ത് നമ്മുടെ ആവശ്യം മാത്രം പറയുമ്പോൾ ചുതി തട്ടാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തിനെ കൂടി സ്വീകാര്യമാകുന്ന കണ്ടന്റ് വെക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളയപ്പമൊക്കെ ഇല്ലേ, വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വെള്ളയപ്പം എന്നാണ് പറയുന്നത്. വെള്ളയപ്പം നിങ്ങൾ പറയണത് പാലപ്പം പരന്നപ്പത്തിനാണ് ചിലർ വെള്ളയപ്പം എന്ന് പറയണത്. പരന്നപ്പം അത് ഞങ്ങളെ പാലപ്പം എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ. അത് ഭയങ്കര രുചിയാണ്. ഇങ്ങനെ ചിറക് പോലെ ഉണ്ടാകും ചുറ്റോട് ചുറ്റും. അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ പാലപ്പം എന്നൊക്കെ പറയണത് ചുമ്മാ കടയിൽ നിന്ന് ഇപ്പോൾ പൊടി മേടിച്ചിട്ട് എല്ലാം വെള്ളയപ്പാടല്ലേ ഇരിക്കണേ. ഇപ്പോൾ അതല്ല, അതൊരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഭക്ഷണമാണ് വെള്ളയപ്പം. ഞങ്ങൾക്ക് 2 അപ്പമാണ് ഉള്ളത് ആലപ്പുഴ ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ. പിതിരപ്പമുണ്ട്, വെള്ളയപ്പമുണ്ട്. പിതിരപ്പം എന്ന് പറയണത് അത് ചില ആൾക്കാർ അതിനെ പറയണത് കറുത്തപ്പം എന്നൊക്കെ പറയാം. അതൊക്കെ ചുമ്മാ വിവരമില്ല പറയണതാണ്. പിതിരപ്പം എന്ന് പറയുന്നത് നമ്മളുടെ ശർക്കരയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ പോട്ടിച്ചയുടെ കാലത്ത് നമുക്കറിയാമല്ലോ, പാതിരി എന്ന് കേട്ടിട്ടില്ല, ഫാദേഴ്സ് ഹൗസിൽ ഉണ്ടാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തറവാടിത്തുള്ള അപ്പമാണ് പിതിരപ്പം എന്ന് പറയുന്നത്. അതിലിപ്പോൾ ആ പിതിരപ്പം എന്നുള്ള വാക്ക് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. വെള്ളയപ്പം നമുക്ക് കിട്ടിയത് വെള്ള കൊണ്ടപ്പമല്ല. വെള്ള എന്ന് പറയണത് നമുക്ക് ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ നിന്ന് വന്നാണത് വെള്ളയപ്പം. അല്ല, വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള വെള്ളം അല്ലത്. വെള്ള എന്ന് പറഞ്ഞ ഭഗവതിയായിരുന്നു. ജൈനിസത്തിൽ വെള്ള ഭഗവതി ഉണ്ടായിരുന്നു. ആ ജൈനക്കാരുടെ അപ്പമാണത്, ജൈനീസിൻ്റെ അപ്പമാണത് വെള്ളയപ്പം എന്ന് പറയുന്നത്. വെള്ളയമ്പലം, വെള്ളയപ്പം. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം അത് നമ്മുടെ നാട്ടിലെ പുരാതന ഭക്ഷണം. 3000 കൊല്ലമെങ്കിലും പഴക്കമുള്ള ഭക്ഷണമാണ് വെള്ളയപ്പം എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ നമ്മൾ എൻ്റെ കള്ളൊക്കെ ചേർത്ത് കള്ളപ്പമൊക്കെ ആക്കി മാറ്റി. എന്നാലും അത് ടേസ്റ്റാണ്. എനിവേ, ഞാനീ പറയുന്നത് കാരണം ഇപ്പോഴും നമ്മൾ പാത്രത്തിൽ പുഴുങ്ങുന്ന അപ്പത്തിൻ്റെ കൂടെ പിള്ളേർ കഴിക്കത്തില്ല. ഇത് പിള്ളേർക്ക് പിന്നെ എന്ത് ചെയ്യും? നമ്മളൊരു മുന്തിരി കൂടി വെച്ച് കൊടുക്കും. ഉണക്ക മുന്തിരി കൂടി വെച്ച് കൊടുക്കും. 1-2 മുന്തിരിയും കുറച്ച് ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയത് എടുത്തിട്ട് അരിഞ്ഞ് അത് ചേർത്തിട്ട് അപ്പം നമ്മുടെ പിള്ളേർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിള്ളേരെന്ത് ചെയ്യുന്നറിയാമോ? ആ കറുത്ത മുന്തിരി വെള്ളയപ്പം തിന്നത്തില്ല. അതിന്ന് ഏത്തപ്പഴവും ഏത്തക്ക പൊട്ടും അതുപോലെ തന്നെ മുന്തിരിയും എടുത്ത് കഴിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് കുറച്ച് ഏത്തപ്പഴവും മുന്തിരിയൊക്കെ ചേർത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് വാചനപ്പെടുത്തല്ല. അതാണ് ഈ ഫിലിപ്പിയർ പറയണത്. എന്താ പറയണത്? കൃതജ്ഞത ചേർക്കണമെന്ന്. അതാ ഞാൻ പറഞ്ഞ ഏത്തപ്പൊട്ട്, പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ പൊട്ടും
ഉണക്ക മുന്തിരി എന്ന് പറഞ്ഞാൽ കൃതജ്ഞത. അത് വായിച്ച് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ കൃതജ്ഞതാ സ്വസ്ഥങ്ങളുണ്ട്. അതാണ് അതിൻ്റെ വിഷയം. അതായത് കൃതജ്ഞത ചേർക്കണം. അപ്പോൾ ദൈവത്തിന് അത് അട്രാക്റ്റീവ്, അതായത് ദൈവത്തിന് സ്വീകാര്യമാകുന്ന പ്രാർത്ഥനയാണത്. അപ്പോൾ ദൈവത്തിനെ കൂടി അതിൻ്റെ അകത്ത് നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കക്ഷിയാക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ടതാണ്, യോഗ്യതയാണ് വാഗ്ദാനപ്പെട്ട് സമീപിക്കാൻ. പക്ഷേ കൃതജ്ഞത അതിലുണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ.